എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 70 ശ്ലോകം 37 മുതൽ 44 വരെ 8 ശ്ലോകങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഇങ്ങനെ ഒന്നും അറിയാത്ത ആളെ പോലെ പറയണം. അങ്ങയൊക്കെ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങ് ഈ 3 ലോകങ്ങളും സഞ്ചരിക്കുന്നവനല്ലേ. അതുകൊണ്ട് എന്തൊക്കെയാ വർത്തമാനങ്ങള് എല്ലാം ഒന്ന് പറയൂ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ പാണ്ഡവന്മാരുടെ കഥ എന്താന്നൊക്കെ ചോദിക്കണ്ടല്ലോ. ഒന്നും അറിഞ്ഞൂടാ. ഭഗവാൻ ഇതെല്ലാം അറിയാൻ വല്ല വിഷമമുണ്ട്. അത് മനസ്സിലാക്കിയതാ നാരദ മഹർഷി ഭഗവാനോട് മറുപടി പറയണു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ശ്രീ നാരദ ഉവാച ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരത്യയാ മായാ വിഭോ വിശ്വസൃജശ്ച മായിന ഭൂതേഷു ഭൂമൻശ്ചരത സ്വശക്തിഭിഃ വന്നേരിവ ഛന്നരുചോ നമേ. നാരദമഹർഷി പറയാണ്, സർവജ്ഞനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ ഇങ്ങനെ ചോദിച്ചപ്പോ അതിന്റെ സാരം മനസ്സിലാക്കിയ നാരദ മഹർഷി ഭഗവാനോട് പറയണതാണ് അടുത്ത 3 ശ്ലോകങ്ങള്. ഹേ വിഭോ, ഹേ ഭൂമൻ, വിദ്യാശക്തി അവിദ്യാശക്തി എന്നിങ്ങനെയുള്ള അങ്ങയുടെ ശക്തികളാൽ സകല ഭൂതങ്ങളുടെയും അന്തർഭാഗത്തിൽ അവിടുന്ന് വസിക്കുന്നു. എങ്കിലും കാഷ്ഠാദികളിൽ ഇരിക്കുന്ന അഗ്നിയുടെ പ്രകാശം എന്ന പോലെ അങ്ങയുടെ പ്രകാശം ഭൂതങ്ങൾ അറിയുന്നില്ല. ലോക സൃഷ്ടാവിനെയും കൂടി മോഹിപ്പിക്കുന്ന ഇന്ദിരുവടിയുടെ അതിക്രമിക്കാൻ കഴിയാതിരിക്കുന്ന ആ മായാശക്തി ഞാൻ പലപ്പോഴും നന്നായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഇന്ദിരുവടിയുടെ ഈ ചോദ്യം എനിക്ക് അത്ഭുതഹേതു അല്ല. എനിക്ക് അത്ഭുതമൊന്നുമില്ല അങ്ങ് ഇങ്ങനെ ചോദിച്ചില്ലെന്ന് പറയാൻ നാരദ മഹർഷി. തവേഹിതം കോർഹതി സാധുവേദിതും സ്വമായേദം സൃജതോ നിയച്ഛത യത് വിദ്യമാനാത്മദയാവഭാസത്തെ സ്മേ നമസ്തേ സ്വവിലക്ഷണാത്മനേ. ഹേ വിഭോ, ഇന്ദിരുവടിയുടെ പ്രവൃത്തി മാഹാത്മ്യത്തെ, അതായത് അന്തർഗതത്തെ ശരിയായിട്ട് അറിയാൻ ആർക്കാ സാധിക്കുക? ആർക്കും സാധിക്കില്ല. വാസ്തവത്തിൽ ഇല്ലാത്ത ഈ ലോകം അങ്ങയുടെ മായാശക്തി നിമിത്തം ഉള്ളതെന്ന പോലെ പ്രകാശിക്കുന്നു. ഒടുവിൽ ആ ശക്തിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ജീവസ്യ സംസരതോ വിമോക്ഷണം ന ജാനതോനർത്ഥവഹാച്ഛരീരത ലീലാവതാരൈ സ്വയശ പ്രദീപകം പ്രാജ്വാലയത്വാ തമഹം പ്രപദ്യേ. അജ്ഞാനമാകുന്ന അന്ധകാരത്താൽ മൂടപ്പെട്ടിരിക്കയാൽ അനർത്ഥങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന ശരീരബന്ധത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ഉപായം അറിയാതെ ജനിച്ചും മരിച്ചും പിന്നെയും അതേ അവസ്ഥയെ തന്നെ പ്രാപിച്ചുകൊണ്ട് സംസാരക്ലേശം അനുഭവിച്ചു തളരുന്ന ജീവനെ ആ അന്ധകാരത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള കാരുണ്യ അതിരേകം നിമിത്തം ലീലാവിഗ്രഹങ്ങൾ സ്വീകരിച്ച് അതിമാനുഷ പ്രഭാവം പ്രകാശിപ്പിച്ച് ആ വക കർമ്മങ്ങൾ കേൾക്കുകയും സ്മരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിച്ച് രക്ഷിക്കാൻ ഉപകരിക്കുന്ന യശസ്സാകുന്ന ദീപത്തെ കാട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കാൻ യാതൊരുവൻ കളിക്കുന്നുവോ ആ നിന്തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. തഥാപി ആശ്രാവയേ ബ്രഹ്മ നരലോകവിഡംബനം രാജ്ഞ പൈതൃശ്വസേയസ്യ ഭക്തസ്യ ച ചികീർഷിതം. എങ്കിലും ഇങ്ങനെ ജീവാനുഗ്രഹത്തിനായി ലീലാവിഗ്രഹം ധരിച്ച് മാനുഷലീല അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മസ്വരൂപനായ ഇന്ദിരുവടിയുടെ ചോദ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങയുടെ പിതാവായ വസുദേവന്റെ സഹോദരിയായ കുന്തിദേവിയുടെ പുത്രനും അവിടുത്തെ ഭക്തനുമായ യുധിഷ്ഠിര രാജാവിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്തെന്നുള്ള വിവരം അങ്ങയോട് പറയാം പറയണം നാരദൻ. അങ്ങക്ക് എല്ലാം അറിയാം, എന്നാലും ഞാൻ അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്താ പറയണു. യക്ഷതി ത്വാം മഖേന്ദ്രേണ രാജസൂയേന പാണ്ഡവ പാരമേഷ്ഠ്യകാമോ നൃപതി തൽഭവാൻ അനുമോദതാം.
ഭൂലോകത്തില് ചക്രവർത്തിപദം ആഗ്രഹിക്കുന്ന രാജാവായ യുധിഷ്ഠിരൻ യാഗങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ രാജസൂയത്താൽ ഇന്ദ്രുവടിയെ ആരാധിക്കാനായി ഇപ്പോ ആഗ്രഹിക്കുന്നു. അതിനെ അങ്ങ് സന്തോഷപൂർവം അനുമോദിക്കണം. തസ്മിൻ ദേവ ക്രതുവരെ ഭവന്തം വൈ സുരാദയ ദിദൃക്ഷവ സമേഷ്യന്തി രാജാനശ്ച യശസ്വിന. ഇവിടെ ഇരുന്ന് അനുമോദിച്ചാൽ പോരാ, അവിടെ എഴുന്നള്ളുക തന്നെ വേണമെന്നുള്ള അഭിപ്രായം പറയണ നാരദ മഹർഷി. ഹേ ദേവ, മാനുഷലീല അഭിനയിക്കുന്ന നിന്തിരുവടിയെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ദേവാദികളും ഭൂലോകത്തിൽ കീർത്തിമാന്മാരുമായ പല രാജാക്കന്മാരും ശ്രേഷ്ഠമായ ആ യാഗത്തിന് വരും. അതുകൊണ്ട് അവിടെ സന്നിധാനം ചെയ്ത് ആ ബഹുജനങ്ങളുടെയും ആഗ്രഹം പൂർത്തിയാക്കാൻ അവിടത്തേക്ക് കാരുണ്യമുണ്ടാകണേ എന്ന് രാജാവ് പ്രാർത്ഥിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് നാരദ മഹർഷി പറയാം. ശ്രവണാൽ കീർത്തനാൽ ധ്യാനാൽ പൂയന്തേ അന്തേവസായിന തവ ബ്രഹ്മമയസ്യേശ കിമുദേക്ഷാഭിമർശിന. അങ്ങ് ഈ യാഗശാലയിൽ എഴുന്നള്ളിയിരിക്കുന്നത് കാണുന്നവരെല്ലാം പരിശുദ്ധന്മാരായി ഭവിക്കും. അതിനായി കൃപ ചെയ്യണേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് നാരദ മഹർഷി. ഹേ ഈശ്വര, ബ്രഹ്മരൂപനായിരിക്കുന്ന നിന്തിരുവടിയുടെ ദിവ്യലീലകൾ കേൾക്കുന്നവരും കീർത്തനം ചെയ്യുന്നവരും ദിവ്യ വിഗ്രഹം മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നവരുമായ ചണ്ടാളന്മാരുകൂടി പരിശുദ്ധന്മാരായി ഭവിക്കണം. അങ്ങനെയിരിക്കെ യാഗശാലയിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ കാണുന്നവരും അങ്ങയുടെ ഈ കല്യാണ രൂപം സ്പർശിക്കുന്നവരും പരിശുദ്ധന്മാരായി ഭവിക്കുമെന്ന് പ്രത്യേകിച്ച് പറയണമോ. യസ്യാമലം ദിവ്യയശ പ്രഥിതം രസായാം ഭൂമൗജതേ ഭുവനമംഗള ദ്വിക്വിതാനം മന്ദാകിനീതി ദിവി ഭോഗവതീതി ജാധോ ഗംഗേതി ജേഹ ചരണാംബുനാദി വിശ്വം. ഹേ സകല ലോകങ്ങളുടെയും മംഗളസ്വരൂപ, സകല ദിക്കുകളിലും അലങ്കാരമായിരിക്കുന്ന അവിടുത്തെ നിർമ്മല യശസ് സ്വർഗം, പാതാളം, ഭൂമി എന്നീ 3 ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു. സ്വർഗത്തിൽ മന്ദാകിനി എന്നും പാതാളത്തിൽ ഭോഗവതി എന്നും ഭൂമിയിൽ ഗംഗ എന്നും പേരോടുകൂടി ഒഴുകുന്ന നിന്തിരുവടിയുടെ യശസ്വരൂപമായ ആ പാദോദകം സകല ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അങ്ങയുടെ വരവിനാൽ തന്നെ സകലവും മംഗളമായിട്ടും പരിശുദ്ധമായിട്ടും കലാശിക്കും എന്നാണ് നാരദ മഹർഷി പറഞ്ഞതിന്റെ താല്പര്യം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.